ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളിലും കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. അതായത് ഇപ്പം നമ്മളാണ് അവരോട് ബ്രേക്കപ്പ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അവരാണ് നമ്മളോട് ബ്രേക്കപ്പ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ അവിടെ താളം തെറ്റില്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ പോലും കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്കപ്പ് സംഭവിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീ അപ്രൈസൽ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ് അത് നമ്മുടെ ഇമോഷനായിട്ട് മാറും എന്നുള്ളതാണ് സത്യമുള്ള കാര്യം. ഇപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ് അത് നമ്മുടെ ഇമോഷനായിട്ട് മാറും എന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടായ ഏറ്റവും നല്ല മൊമെന്റ്സ്, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഏറ്റവും നല്ല മൊമെന്റ്സ് ആണ് നമ്മൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം മുഴുവൻ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതായത് ഒരു ഹാപ്പി മൂഡ് നമുക്ക് നൽകും എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ സങ്കടമുള്ള ഒരു കാര്യമാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ടോട്ടൽ സാഡായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കും, നമുക്ക് എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചിന്തയിൽ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അവരെക്കുറിച്ച് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അവരങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, എന്നെ ഒരുപാട് കെയർ ചെയ്യുമായിരുന്നു, എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. നമ്മൾ അവരെ കൂടുതൽ മിസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതേപോലെ ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ വല്ലാതെ കളിക്കുന്നുണ്ടാവും. അതായത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബ്രേക്കപ്പ് സംഭവിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്തുള്ള നല്ല നല്ല മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മീൻസ് നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആ ഒരു സമയത്ത് നിങ്ങൾ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതാണ് സത്യത്തിൽ നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, ഇതാണ് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്നതിന് പകരമായിട്ട് അവരിൽ ഉണ്ടാവുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ശരിയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കാം, അതേപോലെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ അവർ കെയർ ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ വിഷമിക്കേണ്ടി വന്നത്. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ചിന്തയിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചിന്തയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ അവരിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ സെക്കൻഡ് പോയിന്റ്, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കുകയാണ്, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചുള്ള കുറേ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വിഷമം മാത്രമായിരിക്കും. പകരം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ശരിയാണ്, അവർ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവർ പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ അവരെനിക്ക് വേണമല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിയാണ് അവർ പോയി, ഓക്കെ, അത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. ഇനിയിപ്പോൾ എനിക്ക് അവരെ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, വേണമെങ്കിൽ എനിക്ക് അവരെ ഇനിയും സ്നേഹിക്കാമല്ലോ, അതായത് എനിക്ക് അവരെ ഇനിയും ഇഷ്ടപ്പെടാം, അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല, എനിക്ക് ലൈഫ് ലോങ് എനിക്ക് അവരെ പ്രണയിക്കാം. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അവരെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം, അവർ പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരമായിട്ട്, അവർ പോയി ശരിയാണ്, പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇനിയും അവരെ സ്നേഹിക്കാമല്ലോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അധികം അങ്ങോട്ട് വിഷമം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യും, എനിക്കിപ്പോഴും അവരിഷ്ടമാണ്,
സോ അവിടെ പ്രശ്നമല്ല, ഞാൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട്. സോ നിങ്ങളിലേക്ക് ആ പ്രണയം വരും എന്നുള്ളത് ശരിയാണ്, ആ സമയത്ത് നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നും. പക്ഷേ ഇത് നിങ്ങളെ അതിൽ നിന്നും റിക്കവർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ കുറെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കുക ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ സെറ്റ് ആവാത്ത ക്യാരക്ടേഴ്സ് ആണ്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ആയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഞങ്ങൾ ഒരുമിച്ചുള്ള ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ആയത് നല്ലതാണ്, അത് ഫ്യൂച്ചറിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യവും കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ. ഇവിടെ നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയെയോ മുഴുവനായിട്ടും അടിച്ചമർത്തണം എന്നല്ല പറയണത്, പകരം നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജിമ്മിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് ശ്രമിക്കാം. അതായത് നിങ്ങൾ എപ്പോഴും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. സോ അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് മറ്റു പല കാര്യങ്ങളിലേക്ക്, അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. ഇങ്ങനെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും അതും ഒരു പരിധിവരെ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷമത്തിൽ നിന്നും കുറച്ച് അകൽച്ച നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ദെൻ നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പുതിയ എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു കുറച്ച് പണ്ട് മുതൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ബ്രെയിനിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അത് നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിലൂടെ, അതായത് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഓർമ്മകളിൽ നിന്നും മാറിപ്പോകാനായിട്ട് കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ ആയതുകൊണ്ടാണ്. നിങ്ങൾ അവരെ പ്രണയിച്ചിരുന്ന സമയത്തും ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ വരും. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റു പല എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയും കൂടിയിട്ട് നിങ്ങൾക്കുണ്ടായ നല്ല ഓർമ്മകൾ, ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചതൊക്കെ ആയിരിക്കാം, അത് എവിടെ വെച്ചാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ടാവും, ഇനിയിപ്പോൾ പോകണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുക എന്നൊക്കെ തോന്നും. ഇനി പോയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല, കാരണം നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ അവരുടെ ഓർമ്മകൾ വരാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. അവിടെ തന്നെ നിന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് ഓക്കെ ആവും. അങ്ങനെ ഓക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ കാണുന്ന മറ്റു പല ആളുകളുണ്ടാവും, അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. മീൻസ് പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങൾ ആ സ്ഥലത്ത് പോയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറും. അപ്പോൾ അത്തരത്തിൽ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുന്ന സമയത്തും അവരുടെ ഓർമ്മകൾ വരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവരെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾ ആലോചിക്കാം. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യമായിരിക്കും, അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക. മീൻസ് അവരുമായിട്ട് കണക്ട് ചെയ്യാത്ത മറ്റു പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ വേറെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും നമ്മളിപ്പോൾ ഒരു 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, അവരുടെ ഓർമ്മകൾ നമുക്ക് വരില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, പുതിയ എക്സ്പീരിയൻസ് കൊണ്ടുവരിക. ആ എക്സ്പീരിയൻസിന് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കാം. അതായത് പുതിയ അനുഭവങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും തന്നെ അത് നമ്മുടെ പഴയ ഓർമ്മകളെ മായ്ച്ചു കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ ഇനി മുതൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ദെൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്കൊരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊക്കെയാ പറയണത്, ലെറ്റർ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടേ കൊടുക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചോളൂ. ഈ ഒരു പോയിന്റ് മുഴുവനായിട്ട് കേൾക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അവർക്ക് എഴുതുന്ന പോലെ ഒരു ലെറ്റർ എഴുതാം. ഈ ലെറ്ററിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരിൽ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അതിന് ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ എന്തൊക്കെ ഓർമ്മകളാണ് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പോകുന്നത്, ഈ ഒരു കാര്യം എഴുതാം. അതുപോലെ മൂന്നാമതായിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ കാരണമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത്തരത്തിൽ
ജീവിതത്തിലുള്ള എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളായിട്ട് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് എഴുതുക. ദെൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും എന്താവാനാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായി മാറാനാണ്, എന്തൊക്കെ നല്ലത് വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എഴുതാം. അവരുടെ കാര്യം എഴുതാനായിട്ട് മറക്കരുത്. അവർ എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കാര്യം അതിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ആ ലെറ്റർ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നൊരു ഫീൽ കൂടി ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു സമാധാനം നൽകുന്നുള്ളതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയി, എനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്, അതെല്ലാം പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇത് നിങ്ങളുടെ മനസ്സിന് നല്ല രീതിയിൽ തന്നെ സമാധാനം നൽകും എന്നുള്ളതാണ്. സോ ഇതും ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ 1-2 പ്രാവശ്യം മാത്രം ഈ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. കുറച്ചധികം നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടി വരും. അതായത് 3-4 പ്രാവശ്യമൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്